ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്ത നാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാരായ ദൈവമക്കൾക്കെല്ലാവർക്കും വന്ദനം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴെല്ലാം ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുന്നു, അപ്പോഴെല്ലാം നിങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവം സാക്ഷി. ഞങ്ങളെ നിങ്ങളും പ്രാർത്ഥനയിൽ ഓർക്കുന്നതിനാൽ നിങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഇത് G2R എന്ന ദൈവവചന പഠന പരമ്പരയാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വിഷയത്തിൽ നിന്നും ഒരു വിഷയമാണ് നാം ഈ ദിവസങ്ങളിൽ എക്സ്ട്രാക്റ്റ് ചെയ്ത് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കി രാജകീയ പുരോഹിതവർഗം. പഴയ നിയമത്തിൽ ലേവിയ യാഗങ്ങൾ എന്നുള്ളതാണ് സമാഗമന കൂടാരത്തിലെ യാഗപീഠത്തിന്മേലർപ്പിക്കുന്ന യാഗങ്ങൾ. ലേവ്യ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ആ യാഗങ്ങളുടെ പേരുകൾ നാം വായിക്കുന്നു. ദഹനയാഗം, ഭോജനയാഗം, പാപയാഗം, അകൃത്യയാഗം, കരപൂർണയാഗം, സമാധാനയാഗം. ഇതിൽ ദഹനയാഗവും ദൈവസന്നിധിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പോൾ സമാധാനയാഗത്തെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു ദേശം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന സമാധാനം നിരന്തരമായി ലഭിക്കുമ്പോൾ അതിന് നന്ദി സൂചകമായി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന യാഗമാണ് പീസ് ഓഫറിങ്, സമാധാനയാഗം. ഷെല്ലിം എന്നാണ് അതിനെ പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം അനന്തരം ദാവീദ് രാജാവ് യഹോവയുടെ പെട്ടകം തൻ്റെ പട്ടണത്തിൽ കൊണ്ടുവന്നു അതിനായിട്ട് അടിച്ചിരുന്ന കൂടാരത്തിൽ വെച്ച ശേഷം യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു എന്ന് ശമൂവേൽ എഴുതിയ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായം 17-18, ദിനവൃത്താന്തം 1-ാം പുസ്തകം 16-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ നിന്ന് നാം പഠിച്ചു നിർത്തി. ഇനിയും വീണ്ടും സമാധാനയാഗം ദാവീദ് അർപ്പിച്ച വിഷയം, വീണ്ടും ജനത്തെ എണ്ണിയതിനാലുണ്ടായ മഹാമാരിക്ക് ശേഷം, പാൻഡമിക്കിന് ശേഷം യഹോവയുടെ കൽപ്പന പ്രകാരം ദാവീദ് അരവനയോട് വിലയ്ക്ക് വാങ്ങിയ കളത്തിൽ ഒരു യാഗപീഠം പണിതു യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ഇവിടെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ദൈവവചനത്തിൽ തെറ്റുണ്ട് എന്ന് പഠിപ്പിക്കുവാനായിട്ട് 2 വേദഭാഗങ്ങൾ, ദിനവൃത്താന്തം 2-ാം പുസ്തകം 24-ാം അധ്യായം 18 മുതൽ 25, ദിനവൃത്താന്തം 1-ാമത്തെ പുസ്തകം 21-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നിന്നും എടുക്കുന്നുണ്ട്. അത് അവർക്ക് തിരുവചനത്തിൽ വേണ്ടതായ അറിവില്ലാത്തത് കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം അവസാന അധ്യായം വരെയുള്ള കാര്യങ്ങൾ എഴുതിയ വ്യക്തികൾ ദൃക്സാക്ഷികളായി എഴുതിയതാണ്. അവരുടെ കൺമുൻപിൽപ്പെട്ട വിഷയങ്ങൾ മാനുഷിക കാഴ്ചപ്പാടിൽ എഴുതി. ഇത്രയും പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ദിനവൃത്താന്തം 1-2 പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നതുമായി ചില വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് സത്യമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് ദൈവിക കാഴ്ചപ്പാടിൽ എഴുതിയതാണ്. ദിനവൃത്താന്ത പുസ്തകം എഴുതിയത് ആരാണെന്നോ ആ പുസ്തകങ്ങൾ എവിടെ സൂക്ഷിച്ചുവെന്നോ ആര് കൽപ്പിച്ചിട്ടാണ് എഴുതിയതോ എന്നും യാതൊരു രേഖയുമില്ല. ദൈവത്തിൻ്റെ ദാസന്മാരെ അഭിഷക്തന്മാർ അതാത് സന്ദർഭത്തിൽ നടന്ന വിഷയങ്ങളുടെ രത്നച്ചുരുക്കം സാരാംശത്തിൽ ദൈവിക കാഴ്ചപ്പാടിൽ എഴുതി. അവിടെ അരവനയോട് വാങ്ങിയ നിലം എന്ന് ശമൂവേൽ പറയുമ്പോൾ ഒർന്നാനോട് വിലയ്ക്ക് വാങ്ങി എന്നാണ് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇവർ പറയുന്ന തെറ്റെന്ന് പറയുന്നത്. അവിടെ വിലയുടെ കാര്യത്തിലും സാരമായ വ്യത്യാസം ഉണ്ട്. അവിടെ ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദാവീദ് മെതിയും കൊയ്ത്തും നടക്കുന്ന കാലമാകയാൽ അരവന എന്ന പെറ്റ്നെയും ഉള്ള വീട്ടുകാരും സ്വന്തക്കാരും അവനെ വിളിച്ചിരുന്നത് അരവന എന്നാണ്. അവൻ്റെ ആ കളം കൊയ്തു കൊണ്ടുവന്ന് കറ്റയടുക്കി മെതിക്കുവാൻ ഉപയോഗിച്ച കളവും അപ്പോൾ മെതിക്കുവാനായി അവിടെ കൊണ്ടുവരപ്പെട്ട 2 മൃഗങ്ങളെയും കാളകളെയും വിലയ്ക്ക് വാങ്ങി യാഗം അർപ്പിച്ചു. എന്നാൽ പിന്നീട് ദിനവൃത്താന്ത പുസ്തകത്തിൽ ദാവീദ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ആ നടുക്ക് നിൽക്കുന്ന സ്ഥിതി ചെയ്യുന്ന
കളത്തിന് ചുറ്റുപാടും കിടക്കുന്ന നിലം മുഴുവൻ അവൻ വിലയ്ക്ക് വാങ്ങി. അതാണ് ഈ വ്യത്യാസം. അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ മനസ്സിലാകും. നമ്മൾക്കും വലിയൊരു കൂട്ടം ആളുകൾക്ക് 2 പേരുണ്ട്. വീട്ടിൽ അമ്മയപ്പന്മാർ, സഹോദരങ്ങൾ, ബന്ധുക്കളൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിന് പെറ്റ്നെയും സ്നേഹനാമം എന്ന് പറയും. എന്നാൽ സ്കൂളിലെ പള്ളിക്കൂടത്തിൽ പേര് ചേർത്തപ്പോൾ സർട്ടിഫിക്കറ്റിലിട്ടിരിക്കുന്ന പേര് വേറെ പേരാണ്. ഒഫീഷ്യൽ നെയിം. നിങ്ങൾ വസ്തുവോ സ്ഥലമോ വീടോ ഒക്കെ തീരെഴുതി വാങ്ങിക്കുമ്പോൾ വീട്ടിൽ അറിയുന്ന പേര് വെച്ചല്ല അത് വാങ്ങിക്കുന്നത്, ഒഫീഷ്യൽ നെയിം വെച്ചാണ്. അത് തന്നെയാണ് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വീട്ടിലെ പെറ്റ് നെയിം അരവനെയെന്നും അവൻ്റെ ഒഫീഷ്യൽ നെയിം ഒർന്നാനെന്നുമാണ്. പ്രമാണം എഴുതി വാങ്ങിയപ്പോൾ അരവനയുടെ നിലം വാങ്ങിയെന്നല്ല, ഒർന്നാൻ്റെ നിലം വാങ്ങിയെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. വേദപുസ്തകത്തിൽ തെറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആകട്ടെ, അടുത്തതായി ഗിബിയോനിലെ പ്രധാന പൂജാഗിരി സന്ദർശനാനന്തരം രാത്രിയിൽ തനിക്ക് ദർശനത്തിൽ വെളിപ്പെട്ട് വരം ലഭിച്ച ശലോമോൻ യഹോവയ്ക്ക് യെരുശലേമിലേക്ക് മടങ്ങി വന്ന്, ഇവിടെ നിന്ന് ഗിബിയോനിലെ പ്രധാന പൂജാഗിരിയിൽ നിന്ന് യെരുശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ നിയമപ്പെട്ടകത്തിൻ്റെ മുൻപാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ചു, സമാധാനയാഗങ്ങളും അർപ്പിച്ചു, തൻ്റെ സകല ഭൃത്യന്മാർക്കും വിരുന്ന് കഴിച്ചു. അപ്പോൾ യഹോവയുടെ പെട്ടകം ശലോമോൻ അതിൻ്റെ മുൻപിൽ നിന്ന് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു എന്ന് പറഞ്ഞാൽ ദാവീദ് കൊണ്ടുവച്ച കൂടാരത്തിൻ്റെ മുൻപിൽ, പെട്ടകത്തിൻ്റെ മുൻപിൽ നിന്നു എന്നാണ് അർത്ഥം. യഹോവയാം ദൈവത്തിൻ്റെ ആലയ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ അടുത്ത ഭാഗമാണ്. ശലോമോൻ സകല ജനവും ചേർന്ന് യഹോവയ്ക്ക് 20,000 കാളകളെയും. എന്തോരത്ഭുതമാണ്! നമ്മൾ പറഞ്ഞു വരുന്നതും പഠിച്ചു വരുന്നതും ജനത്തിൻ്റെയും ദേശത്തിൻ്റെയും നടുവിൽ സമാധാനം ആയി പാർക്കുമ്പോൾ സമാധാനം കൊടുക്കുന്ന ദൈവത്തിനെ ശത്രുക്കൾ പിടിച്ചടക്കി നശിപ്പിക്കുവാൻ വരാതിരുന്നതിനാൽ അവർ അവരുടെ കാളകളെയും ആടുകളെയും യാഗം കഴിച്ച് സമാധാനയാഗം അർപ്പിക്കാർ പതിവുണ്ടായിരുന്നു. 20,000 കാളകളെയും 120,000 ആടുകളെയും സമാധാനയാഗമായിട്ട് അർപ്പിച്ചു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 8-ാം അധ്യായം 62 മുതൽ 64 വരെയും, ദിനവൃത്താന്ത പുസ്തകം 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 7-ാമത്തെ വാക്യവും. ശലോമോൻ പണിതിരുന്ന യാഗപീഠത്തിന്മേൽ പുറപ്പാട് 23-14, ആവർത്തന പുസ്തകം 16-16 എന്നീ വാക്യങ്ങളിൽ കാണുന്ന നിയമമനുസരിച്ച് ചെത്താത്ത കല്ലുകൊണ്ട് പണിത യാഗപീഠത്തിന്മേൽ അവർ ആണ്ടിൽ 3 പ്രാവശ്യം ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു, യഹോവയുടെ സന്നിധിയിൽ ധൂപം കാട്ടുകയും ചെയ്തു വന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 9-ാം അധ്യായം 25-ാമത്തെ വാക്യം. ചുരുക്കി പറഞ്ഞാൽ, അവർ സമാധാനമായിരിക്കുമ്പോൾ, യുദ്ധം ജയിക്കുമ്പോൾ, രാജാക്കന്മാരുടെ അഭിഷേകം നടക്കുമ്പോൾ, ആലയം പ്രതിഷ്ഠിക്കുമ്പോൾ, മാസപ്പിറവി നടക്കുമ്പോൾ, കർത്താവിന് വിലമതിക്കാനാവാത്ത അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് നന്ദി സൂചകമായി ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് തക്കവണ്ണം യഹോവയുടെ സന്നിധിയിൽ കഴിച്ചിരുന്ന യാഗമത്രേ സമാധാനയാഗം അഥവാ പീസ് ഓഫറിംഗ്, അല്ലെങ്കിൽ എബ്രായ ഭാഷയിൽ ഷെല്ലിം എന്ന് പറയുന്ന യാഗങ്ങൾ. യാഗവസ്തുക്കൾ സമാധാനയാഗത്തിനുള്ളത് എന്തെല്ലാം ആകുന്നുവെന്ന് നോക്കുക. കന്നുകാലികളെങ്കിൽ ആൺ ആകട്ടെ പെൺ ആകട്ടെ ഊനമില്ലാത്തതായിരിക്കണം. ലേവ്യ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആടാകുന്നുവെങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്ത കുഞ്ഞാട്. ലേവ്യ പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. കോലാടാകുന്നുവെങ്കിൽ അതും ഊനമില്ലാത്തത്. ലേവ്യ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. അടുത്ത് ശ്രദ്ധിക്കുക, സമാധാനയാഗത്തിന് വിധിമുറകളുണ്ട്. യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുന്ന സമാധാനയാഗത്തിൻ്റെ വിധിമുറകൾ. യഹോവയുടെ സന്നിധിയിൽ അവയെ അർപ്പിക്കണം. ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1, 7, 12. 2,
അർപ്പിക്കുന്നവൻ മൃഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. 3 അധ്യായം 2, 7, 13. സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അവയെ അറുക്കണം. 3 വിധിമുറയാണ്. എവിടെങ്കിലും വെച്ച് എങ്ങനെങ്കിലും അറുത്താൽ പോരാ. ചട്ടപ്രകാരം സമാഗമന കൂടാരത്തിൻ്റെ മുൻപിൽ വെച്ച് വാതിൽക്കൽ വെച്ച് അതിനെ അറുക്കണം. 3 അധ്യായം 2, 8, 13 എന്നീ വാക്യങ്ങൾ. 4 നിയമം, പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. 3 അധ്യായത്തിന് 2, 8, 13. 5 നിയമം, അതിൻ്റെ കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും മൂത്രപിണ്ഡം രണ്ടും കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടി കരളിന്മേലുള്ള വവയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം. 3 അധ്യായത്തിൻ്റെ 3, 4, 9, 10, 14, 15 വാക്യങ്ങൾ. 6 നിയമം, അഹരോൻ്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന് മീതെ സമാധാനയാഗം അടുക്കി വെച്ച് അതിനെ ദഹിപ്പിക്കണം. 3 അധ്യായം 5, 6, 16. സദാസമയം യാഗപീഠം കെട്ടുപോകാതെ യാഗപീഠത്തിന്മേൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഹോമയാഗത്തിൻ്റെ മേൽ സമാധാനയാഗത്തിനുള്ള വസ്തുക്കളെ അടുക്കി വെച്ച് ദഹിപ്പിക്കണം. മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് അവരുടെ സകല വാസസ്ഥലങ്ങളിലും അവർക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം. 3 അധ്യായം 17 വാക്യം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമുക്ക് സമാധാനയാഗമായി അർപ്പിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇസ്രയേൽ ജനം നടത്തിയ സമാധാനയാഗവും ദൈവപുത്രൻ നടത്തിയ അന്തിമ സമാധാനയാഗവും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത്. യാഗമൃഗങ്ങൾ, കാളയാകട്ടെ, ആടാകട്ടെ, കോലാടാകട്ടെ, കുറ്റമറ്റതായിരിക്കണം എന്നുള്ള ആ വിധിയെ പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ ദൈവപുത്രൻ എന്ന സമാധാനയാഗ വസ്തുവിനെ കണ്ടിട്ട് പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 29, 30 വാക്യങ്ങൾ 35 വാക്യങ്ങൾ പഠിച്ചുകൊണ്ടാൽ മതി. നമുക്ക് ലഭിച്ച സമാധാനയാഗത്തിന് അർപ്പിക്കപ്പെട്ട യാഗമൃഗം ഏതാകുന്നുവെന്ന് യാഗമൃഗമായി ക്രൂശിൽ മരിക്കുന്നതിന് 700 സംവത്സരങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചനം 53 അധ്യായം 5 വാക്യത്തിൽ എഴുതി. അടുത്തത് ശ്രദ്ധിക്കുക. യേശു കുറ്റമില്ലാത്ത യാഗമൃഗം. സംഖ്യാപുസ്തകം 35:3, ആവർത്തന പുസ്തകം 17:6, 7, 19, 15 എന്നീ വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് 2 3 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം. യേശുക്രിസ്തു എന്ന യാഗവസ്തു, യാഗമൃഗം, ദൈവത്തിൻ്റെ കുറ്റമറ്റ കുഞ്ഞാട് കുറ്റമില്ലാത്തതായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇവിടെ ഞാൻ ദൈവവചനത്തിൽ നിന്ന് എടുത്ത് വായിക്കുകയാണ്. 1, നാടുവാഴിയായ പീലാത്തോസ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23, 4 വാക്യവും 14 വാക്യവും ഒരേ ഒരു വ്യക്തി 2 തവണ പറഞ്ഞു. പല ആവർത്തി സാക്ഷികളുടെ വായ്മൊഴിയും വാക്കുകളും കേട്ടിട്ട് നാടുവാഴി എടുത്ത തീരുമാനമാണ്, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. യാഗമൃഗത്തെ വീട്ടുകാർ കൊണ്ടുവരുമ്പോൾ അവർ നോക്കി കുറ്റത്തിൻ്റെ പഴുതുപോലും ഇല്ലാത്തവണ്ണം കുറ്റമറ്റവയെന്ന് പറയുന്നു. വഴിയെ വരുന്നവരെല്ലാം കണ്ടിട്ട് പറയുന്നു, ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതനെ നോക്കി അതിന് കുറ്റമില്ലാത്തത് എന്ന് പൂർണ്ണമായി അംഗീകരിച്ച ശേഷം മാത്രമേ യാഗവസ്തുവിനെ യാഗമായി അർപ്പിക്കൂ. ഇതുതന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്ന നാടുവാഴി പീലാത്തോസ് യേശു കുറ്റമില്ലാത്തവൻ എന്ന് പറഞ്ഞു. ആ നാട് ഉൾപ്പെട്ട് നിന്ന രാജ്യം ഹെരോദാവ് രാജാവ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പീലാത്തോസ് പറയുകയാണ്, അവൻ ഗലീലക്കാരനാണെന്ന് അറിഞ്ഞ് അവിടെ വിട്ടു. ഹെരോദാവും അവനിൽ കുറ്റമൊന്നും കണ്ടുപിടിച്ചില്ല. ക്രൂശിക്കപ്പെട്ട 3 സാക്ഷിയാണ്. ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് സാക്ഷിയായി നിന്ന് ക്രൂശീകരണത്തിന് കാവൽ നിന്ന ശതാധിപൻ. എന്തിനാ അവിടെ കാവൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പട്ടണത്തിൽ സംഭവവികാസങ്ങളുടെ മുൻപിൽ കർത്താവിനെ
അവരെടുത്തുകൊണ്ട് പൊക്കളയും, എന്നിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കിംവദന്തി കള്ളക്കഥ പറഞ്ഞ് വരുത്താം എന്ന് പീലാത്തോസിനോടും മറ്റും പറഞ്ഞതുകൊണ്ട് ആരും എടുത്തുകൊണ്ട് പോകാതിരിപ്പാനാണ് അവിടെ കാവൽ നിർത്തിയിരുന്നത്. ആ ശതാധിപനും പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ, ഇവനിൽ കുറ്റമില്ല. എന്തിനധികം നാലാമത്തെ സാക്ഷി ഒറ്റുകൊടുത്ത ശിഷ്യൻ. അവൻ്റെ പേര് ഇസ്കരിയോത്തായൂദ എന്നാണ്. മത്തായി 27:4. അപ്പോൾ ആവർത്തന പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലും 2 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കാം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് 4 സാക്ഷികൾ ഒരേ നിരയിൽ നിന്ന് പറയുകയാണ്. ഇനിയും അത് പോരാഞ്ഞിട്ട് ദൈവപുത്രനെ കള്ളസാക്ഷികൾ പറഞ്ഞു കൊടുക്കുവാൻ പരിശ്രമിച്ച ഹന്നാവും കയ്യഫാവും കൂലി കൊടുത്ത് കള്ളസാക്ഷികളെ നിരത്തി നിർത്തിയിട്ടും അവരുടെ കുറ്റം തെളിയിപ്പാൻ, കർത്താവിൻ്റെ കുറ്റം തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ കള്ളസാക്ഷികളുടെ വാക്കുകൾ ഒത്തുവന്നുമില്ല. ദൈവപുത്രൻ സമാധാനദായകനാണ് എന്നുള്ളതിൻ്റെ ആധികാരികമായ വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതുന്നത് വായിക്കുക. യോഹന്നാൻ 14:27. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെയല്ല. ജീവനോടിരുന്നപ്പോൾ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത വാഗ്ദത്തമാണ് യോഹന്നാൻ 16:33. ഇനിയും ഗെത്സെമനെ തോട്ടത്തിൽ തൻ്റെ ശുശ്രൂഷയുടെ അവസാന ദിവസം പ്രാർത്ഥനയ്ക്ക് പോയി 8 ശിഷ്യന്മാരെ ഒരു ഭാഗത്ത്, 3 ശിഷ്യന്മാരെ അടുത്ത ഭാഗത്ത്, താൻ ഒറ്റയ്ക്കായി മുൻപോട്ട് പോയി കമിഴ്ന്നു വീണു. ഇവിടെ സമാഗമന കൂടാൻ നിറവേറുകയാണ്. 8 ശിഷ്യന്മാർ പാദത്തിൽ യാഗപീഠത്തിൻ്റെ അടുക്കൽ എന്നതിൻ്റെ നിഴലും, 3 ശിഷ്യന്മാർ അല്പം കൂടെ മുന്നോട്ട് പോയി നിലവിളക്കും ധൂപപീഠവും കാഴ്ചയപ്പത്തിൻ്റെ മേശവും 3 വിഷയങ്ങൾ. അടുത്തത് തിരശീലയ്ക്കപ്പുറത്തിരിക്കുന്ന കൃപാസനം എന്നതിൻ്റെ അടുക്കൽ കർത്താവ് ഒരേ ഒരുവനായി നിലത്ത് വീണ് കരയുന്നു. അവൻ്റെ രക്തം വിയർപ്പ് തുള്ളികളായി നിലത്ത് കിടക്കുന്നു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് താൻ പറഞ്ഞു, ഇനിയും പോയി വിശ്രമിച്ചു കൊള്ളുക. യാഗാർപ്പകൻ സമാധാനയാഗമർപ്പിച്ച് വിശ്രമാർത്ഥം സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോകുന്നത് പോലെ കർത്താവ് തൻ്റെ ക്രൂശുമരണത്തിന് മുൻപ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ഇനിയും ഉയർത്തെഴുന്നേറ്റ ശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:19, 21, 26. 3 സ്ഥലങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട മാത്രയിൽ യോഹന്നാൻ 16:23 പറഞ്ഞ അതേ ശബ്ദത്തോടും സ്വരത്തോടും കൂടെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇംഗ്ലീഷിൽ പീസ് ബി അപ്പോൺ യു. ഗ്രീക്ക് വേദപുസ്തകത്തിൽ എൻ്റെ തൊട്ടടുക്കലിരിപ്പുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഐറേനെ ഹ്യൂമേനെ എന്ന പദമാണ്. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾക്ക് സമാധാനം എന്ന ഗ്രീക്ക് ഭാഷാപ്രയോഗം ഐറേനെ ഹ്യൂമേനെ, നിങ്ങൾക്ക് സമാധാനം. നമ്മളും അന്യോന്യം കാണുമ്പോൾ സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറയുന്നിടത്ത് ഐറേനെ ഹ്യൂമേനെ എന്ന പദപ്രയോഗം പറയുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സമാധാനത്തിന് ശിക്ഷ അവൻ്റെ മേലായി, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആകയാൽ ഇനി ഒരു യാഗം വേണ്ട, ക്രിസ്തുയേശു പരമയാഗമായി തീർന്നു. കർത്താവെ, ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവദാസീദാസന്മാരെയും സമൃദ്ധിയായി അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ, സഭാവിശ്വാസികൾ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പുത്രൻ്റെ നാമത്തിൽ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കുമാറാകണമേ.